സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിനെ ഉപേക്ഷിച്ച് എങ്ങും പോകാൻ നമുക്ക് സാധ്യമല്ല. എങ്ങോട്ട് പോകും നമ്മൾ? അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും എന്ന് സങ്കീർത്തനം 139 അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നു. ദൈവത്തോടുള്ള വെറുപ്പ് നിറഞ്ഞ മനോഭാവം ഒരു രോഗി പൂർണ്ണമായും മാറ്റിക്കളയേണ്ടതാണ്. അത് മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ രോഗമാകാം. നല്ല ഇടയനും സൗഖ്യദായകനുമായ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിലും ശക്തിയിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഉത്തമം. കർത്താവിൽ ദൃഷ്ടി ഉറപ്പിച്ചിരുന്നെങ്കിലും കാറ്റ് കണ്ട് ഭയപ്പെട്ടു പോയ പത്രോസ്ലിയ വെള്ളത്തിൽ താഴാൻ തുടങ്ങി. കഷ്ടതയിലും രോഗത്തിലും കഴിയുന്ന നാം നമ്മുടെ ദൃഷ്ടി കർത്താവിൽ നിന്ന് മാറ്റുമ്പോഴാണ് സഹോദരി വിശ്വാസം നഷ്ടപ്പെട്ട് നമ്മളും താണു പോകുന്നത്. പല അവസരങ്ങളിൽ തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം. ഇന്ന് തന്നെ നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക്. വിദ്വേഷം നിറഞ്ഞ മനസ്സിൽ നിന്നുള്ള മോചനമാണ് രോഗി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ശാരീരിക, മാനസിക, ആത്മീയ രോഗങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുക. കോപവും ദേഷ്യവും ക്ഷമയില്ലായ്മയും പ്രതികാര ബുദ്ധി മനസ്സിൽ കിടക്കുന്നിടത്തോളം ഒരു വ്യക്തി അസ്വസ്ഥയായിരിക്കും. ആ വ്യക്തി ഇവയെ മനസ്സിൽ സൂക്ഷിച്ച് തൻ്റെ മുറിവുകളെ ഉണക്കാതിരിക്കുകയാണ്. അത് തിരിച്ചറിയാതെ പോകുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന യേശുവിൻ്റെ പ്രാർത്ഥന ഒരു രോഗി, ആത്മരോഗി, ശാരീരിക രോഗി, മാനസികമായിട്ട് രോഗമുള്ളവർ എപ്പോഴും മനസ്സിൽ ആവർത്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന സങ്കീർത്തനം 42:5 നാം വായിക്കുന്നു. തൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് ഉണ്ടായിരുന്നതായി പൗലോസ്ലിയ പറയുന്നുണ്ടല്ലോ. ആ മുള്ള് ഒരു രോഗമായി കാണുകയാണെങ്കിൽ അത് മാറിപ്പോകാത്തതിൽ പൗലോസ്ലിയ നിരാശപ്പെട്ടില്ല. മറിച്ച് താൻ അഹങ്കാരത്തിലേക്ക് വീഴാതിരിക്കാൻ ദൈവം നൽകിയ എളിമയുടെ അടയാളമായി ആ മുള്ളിനെ കാണുകയും സ്വീകരിക്കുകയും തൻ്റെ ജോലി തുടരുകയും ചെയ്തു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള മുറിവുകളെ നമുക്ക് കർത്താവിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി യാചിക്കാം. പാപങ്ങളെ വിട്ടുപേക്ഷിക്കാം. നമുക്ക് ദൈവം നൽകുന്ന അനുദിനമായ ക്രൂശുകളെ സന്തോഷത്തോടെ ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ കാൽപാദത്തിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.